നമുക്കൊരു മീൻകറി ഉണ്ടാക്കിയാലോ? അപ്പോൾ വായോ നോക്കാം. ഇത് ആക്ച്വലി ഒരു കേരള ആൻഡ് തമിഴ്നാട് മിക്സാണ് ഈ കറി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മീൻ, ഒരു കുഞ്ഞ് സവോള, ഒരു 5-6 കൊച്ചുള്ളി, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സവോള കുനാന്ന് അരിയുക, പച്ചമുളക് നീളത്തിൽ കീറിയിടുക, പിന്നെ കറിവേപ്പില. ഈ കുഞ്ഞുള്ളി എപ്പോഴും ചതച്ചിടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ആൻഡ് ഞാൻ കുഞ്ഞുള്ളി ചതച്ചതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കിട്ടുന്ന കുഞ്ഞുള്ളി ഒത്തിരി തീരെ കുഞ്ഞുള്ളി അല്ല നാട്ടിലത്തെ പോലെ, അപ്പോൾ ചതഞ്ഞ ഉടനെ ഇതാവാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുത്തെ കുഞ്ഞുള്ളി ചതച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ സ്കിൻസൊക്കെ ചെറിയ ചെറിയ പീസസ് ആവും. അല്ലാതെ നമ്മൾ വെറുതെ ഇടിച്ചാൽ അത്ര നല്ലതായിട്ട് വരത്തില്ല. അല്ലെ പിന്നെ നമ്മൾ മിക്സിയിൽ ലെഫ്റ്റ് സൈഡ് വെച്ച് ഒന്ന് അടിക്കണം. പക്ഷേങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ കാനഡയിലോ അല്ല ഇവിടെ ഒക്കെ ഇപ്പം മോൺട്രിയൽ ഇങ്ങനത്തെ ഉള്ളിലേ കിട്ടാറുള്ളൂ. അങ്ങനെ തീരെ കുഞ്ഞതായിട്ട് ഞാൻ കാണാറില്ല, ഒരു മീഡിയം സൈസ്. നാട്ടിൽ ചില സമയത്ത് നല്ല കുഞ്ഞതായിട്ട് ഉള്ളി കിട്ടും. അത് പിന്നെ അരിയോ ഒന്നും വേണ്ട, ചുമ്മാ നമുക്ക് സാമ്പാറിലൊക്കെ ഉള്ളി ഇടുമല്ലോ, അതുപോലൊക്കെ ഇടാമെന്ന്. പക്ഷേ ഇതിന് അങ്ങനെ പറ്റത്തില്ല. ഇവിടെ അങ്ങനെ എപ്പോഴും മീൻ അത്ര ഫ്രഷ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഇവിടെ മീൻ മേടിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് നല്ലവണ്ണം വാഷ് ചെയ്തെടുക്കാറുണ്ട്. എപ്പോഴും മീൻ കറി ഉണ്ടാക്കുമ്പം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മീനിൻ്റെ നല്ലോണം വെള്ളം കളയണം. നല്ലോണം വെള്ളം കളഞ്ഞിട്ട് വേണം അത് കറിക്കകത്ത് ഇടാൻ. അല്ലെങ്കിൽ ഒരു മീനിൻ്റെ ഒരു ചുവ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പുളിവെള്ളത്തിലും കഴുകാം. ആൻഡ് നമ്മൾ ഈ സവോളയെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു തക്കാളി മാത്രം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ തിക്ക് ഗ്രേവി ആവാൻ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് തിക്ക് ഗ്രേവീസാണ് ഇഷ്ടം, അല്ലാണ്ട് ഒത്തിരി വെള്ളമായിട്ട് ഒലിച്ചിരിക്കുന്ന ഗ്രേവീസ് അത്ര ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾ എന്ത് ഗ്രേവി ഉണ്ടാക്കിയാലും ഞാൻ മാക്സിമം കുറച്ച് തിക്കാക്കാൻ നോക്കാറുണ്ട്. അപ്പം ഇതിങ്ങനെ അരച്ചു ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടും. പിന്നെ ഞാൻ ഈ വെള്ളം ഓൾറെഡി മൈക്രോവേവിൽ ചൂടാക്കി വെച്ചേക്കണതാണ്. അതിൻ്റെ അകത്തോട്ട് നമ്മുടെ കുടംപുളിയൂടെ ഇടുക. പിന്നെ ഒരു കട്ടിച്ചാറിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ തേങ്ങ ചിരകിയതും, ഞാൻ ഇച്ചിരി ഉലുവ, മല്ലിപ്പൊടി, മുളക് പൊടി രണ്ടും ഇടുന്നുണ്ട്, കാശ്മീരി ഇടുന്നുണ്ട്, എരിവുള്ളതും ഇടുന്നുണ്ട്, പിന്നെ കുരുമുളക്, പിന്നെ ഞാൻ അല്പം ജീരകോടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ആദ്യം ഇത് നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് പൊടിഞ്ഞതിന് ശേഷം പിന്നെ ഇച്ചിരിയായിട്ട് വെള്ളം ഒഴിക്കുക. ഒരു സ്പൂൺ 2 സ്പൂണായിട്ട് ഒഴിച്ച് നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് നല്ലൊരു തിക്ക് പേസ്റ്റാക്കി എടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ബിക്കോസ് ഇതെല്ലാം ലേശം നമുക്ക് മൂപ്പിക്കാനുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി കണ്ടല്ലോ ഇതുപോലെ. അപ്പം നമുക്ക് മീൻചട്ടി ഇല്ലാത്തതുകൊണ്ട്, ഇവിടെ അത്ര ഫീസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയാൽ എപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കനും പോത്തും ഒക്കെ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മീനും ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയാൽ നല്ല തന്നെ. അപ്പോൾ എണ്ണ വെച്ച് ചൂടായതിന് ശേഷം സവോള, പച്ചമുളക്, കറിവേപ്പില അതുകൊണ്ട് നല്ലതായിട്ട് വഴറ്റുക. ഞാൻ പെട്ടെന്ന് നോക്കാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. അപ്പം ഇത് കുറച്ച് അത്യാവശ്യം നല്ലതായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് കുഞ്ഞുള്ളിയൂടെ ഇടണം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. കുറച്ച് നല്ല മൊരിഞ്ഞാലും കുഴപ്പമില്ല, ബിക്കോസ് ഒരു ചെറിയൊരു കടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് നല്ലോണം കളർ മാറുന്ന വരെ, രണ്ടിൻ്റെയും ഒന്നിച്ച് കളർ മാറുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിടാം. എൻ്റെ അടുത്ത് ഇഞ്ചി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് ഇട്ടത്. അത് ഒരു 1/2 സ്പൂൺ അതിൻ്റെ അകത്ത് ഇട്ട് അതുകൂടെ മണം മാറുന്ന വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മുടെ മൺചട്ടിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇവിടെ മൺചട്ടി ഞാൻ വെക്കുമ്പം മൺചട്ടിയിൽ നിന്ന് കുറച്ച് ഇത് ഭയങ്കരമായിട്ട് ചൂടായി പൊട്ടുന്ന പോലെയൊക്കെ തോന്നിയുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കാറില്ല. ഇവിടെ പക്ഷേ നല്ല മൺചട്ടി കിട്ടാറുണ്ടെന്നാണ് കേട്ടത്. ഇന്ത്യൻ സ്റ്റോഴ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എത്ര ഇതാണെന്ന് എനിക്ക് അത്ര അതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇരുമ്പ് ചട്ടി തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ യൂസ് ചെയ്യാം.
നമ്മുടെ ഉള്ളി നല്ലോണം വഴണ്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ തക്കാളി അരച്ച പേസ്റ്റ് ഇടുക. അത് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇട്ട് നല്ലോണം എന്താ പറയുക, കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം. അതിങ്ങനെ ലിക്വിഡായിട്ട് ഇരിക്കുമ്പോഴേ അടുത്തത് ഇടരുത്. അത് കുറച്ചിങ്ങനെ കുറുകി തിക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച തേങ്ങാ പേസ്റ്റ് അതുകൂടെ ഇട്ട്, ഇപ്പോൾ വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെ അതുകൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇളക്കി ഇങ്ങനെ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുട്ടിയെടുക്കുന്ന പോലെ നല്ലോണം വരണം, ഫ്രൈ ആയി. അപ്പം നമ്മുടെ അരച്ച പൊടികളുടെയൊക്കെ പച്ചമണവും പോവും, എല്ലാം പോയിട്ട് ഞാൻ മണം പോകുമ്പോഴത്തേക്ക് ഈ പുളിയുടെ ഒരു ഇച്ചിരി വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ചു. അപ്പം കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആവാനായിട്ട്. ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ നല്ലോണം ഉരുട്ടി എടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. അപ്പോൾ ആ തിക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ആയി പൊക്കോളും, ഒത്തിരി വെള്ളം ആവത്തില്ല, അങ്ങനെ ഗ്രേവി ആയിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുടംപുള്ളിയിൽ ആ പൊടി മാറാനായിട്ട് അരിപ്പ് വെച്ച് അരിച്ച് അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഈ കുടംപുള്ളിക്ക് നല്ല ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ അധിക നേരം ഇതങ്ങനെ ഇടാറില്ല. മീനിട്ട് കുറച്ച് നേരം തിളച്ചതിന് ശേഷം ഞാൻ പുളി എടുത്ത് മാറ്റാറുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പൊടിക്കാതെ മീനും ഇട്ടേച്ച് അതിനെ നല്ലതായിട്ട് മസാലയിലൊന്ന് പിടിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം തിളപ്പിക്കുക. നല്ലോണം മീൻ തിളച്ച് വരണം. തിളച്ച് വരുന്ന കഴിഞ്ഞ് കുറച്ച് ഇപ്പം തന്നെ കണ്ടില്ലേ കുറച്ച് കട്ടിയായില്ലേ. ഇപ്പം ഞാൻ ആ പുളി അങ്ങ് എടുത്ത് മാറ്റും, അല്ലെങ്കിൽ ഓവർ ഫ്ലേവർ ആയിപ്പോവും. അതും ഞങ്ങൾക്ക് അധികം ഇഷ്ടമല്ല. സാധാരണ നമ്മുടെ വീടുകളിലും 4 പീസ് ഇട്ടാൽ ഒരു 3 പീസൊക്കെ എടുത്ത് മാറ്റാറുണ്ട്. ഒരു പീസ് നമ്മളൊരു ഫ്ലേവറിന് ഇട്ടേക്കും. ഞാൻ അതും ഇടാറില്ല, അങ്ങനെ എടുക്കും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇത്രയും തിക്ക് ഗ്രേവി ആയതിന് ശേഷം വീണ്ടും ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം വേണ്ട, ഒരു 2 സ്പൂൺ മതി. ഇതിവിടെ റെഡിമെയ്ഡായിട്ട് തേങ്ങാപ്പാൽ കിട്ടാറുണ്ട്. അപ്പം അത് നമുക്ക് പൊട്ടിച്ച് ഒരു ടിൻ പാലാണ് കിട്ടുന്നത്. സോ അത് പൊട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് 10 ഡേയ്സ് വരെ അത് യൂസ് ചെയ്യാം. സോ അത് 10 ഡേയ്സ് ടു 1 മന്ത് യൂസ് ചെയ്യാം. പല ബ്രാൻഡും പല രീതിയിലാണ്. അതിന് ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ എടുത്ത് അത് ഒഴിക്കുന്നതാണ്. അത് കഴിഞ്ഞ് വീണ്ടും മല്ലിയിലയും കരിവേപ്പിലയും കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അതൊരു നല്ല ഫ്ലേവർ വരും. പിന്നെ നമ്മുടെ കൺസിസ്റ്റൻസി നോക്കുക, നമുക്ക് എന്തോരം കട്ടിക്ക് വേണോ അതോ എന്തോരം ചാറിന് വേണോ അതിന് തക്കെ നമുക്ക് എടുക്കാം. അപ്പം ഇത് കണ്ടിട്ട് മൗത്ത് വാട്ടറിങ് അല്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ തിക്ക് ഗ്രേവി ആയിരുന്നു.